പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, അതായത് എനർജിയെ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? താപം, ഹീറ്റ് എനർജി. പിന്നെന്താണ്? സൗണ്ട് എനർജി, ശബ്ദം. പിന്നെ ഏതാണ്? ലൈറ്റ് എനർജി, പ്രകാശം. ഇതൊക്കെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എനർജി ഫോംസ് എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, അടുപ്പിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്? ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ്? നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം. പിന്നെന്താണ്? വിറകുകള് കുത്തി നിറയ്ക്കാൻ പാടില്ല. വിറക് കുത്തി നിറയ്ക്കരുത്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? വിറക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കണം, വലിയ കഷ്ണങ്ങളായിട്ട് വെക്കരുത്. വിറക് ചെറിയ കഷ്ണങ്ങളായി ഉപയോഗിക്കണം. പിന്നെ എന്താണ്? പാത്രത്തിനും അടുപ്പിനും ഇടയിൽ എന്തുണ്ടാവണം? വിടവ് കുറവായിരിക്കണം. പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിറക് കുറവായിരിക്കണം. അപ്പൊ അടുപ്പിൽ വിറക് കത്തുമ്പോൾ ഈ താപനഷ്ടം കൊണ്ടുമ്പോൾ നമുക്ക് നല്ല വായു സഞ്ചാരം ഉണ്ടാവണം. വിറക് കുത്തി നിറയ്ക്കരുത്. വിറക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കണം. അതുപോലെ പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവായിരിക്കണം. ഇതിലേതെങ്കിലുമൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന ഇന്ധനങ്ങളെ അവയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഖരം, ദ്രാവകം, വാതകം. അല്ലെ? ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ ആക്കാം. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ്, ഖരം എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെയാണ്? വിറക്. പിന്നെ ഏതൊക്കെയാണ്? വിറക്, കൽക്കരി. ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്? ഖരം, സോളിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മണ്ണെണ്ണ. പിന്നെ ഏതാണ്? ജെറ്റ് ഫ്യൂവൽ. ലാസ്റ്റ് നാഫ്ത. ഇതാണ് ദ്രാവകം. ഇനി വാതകം എന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് പറയുന്നത് LPG. പിന്നെ എന്താണ്? ബയോഗ്യാസ്. ഇതാണ് വാതകം, ബയോഗ്യാസ്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ എ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന 1, സസ്യങ്ങൾ ശ്വസനത്തിനായി ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. പ്രസ്താവന 2, ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ഇതില് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന 2 ആണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 2 ശരിയാണ്. ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ പ്രസ്താവന 2 ആണ് ശരിയായിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ, 2 കുട്ടികൾ 2 കാര്യങ്ങൾ പറയാണ്. മരത്തിൽ വളരുന്ന മൂടില്ലത്താളി ആ മരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നില്ല. മരത്തിൽ മരവാഴ ഉണ്ടായാൽ ആ മരം നശിച്ചു പോകുന്നില്ല. കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ. ഏത് കുട്ടി പറയുന്നതാണ് ശരി, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആര് പറയുന്നതാണ് ശരി? രണ്ടാമത്തെ കുട്ടി പറയുന്നതാണ് ഇതില് ശരിയായിട്ടുള്ളത്. കാരണം മരവാഴ എന്ന് പറയുന്നത് ആതിഥേയ സസ്യത്തെ ഇരിപ്പിടമായി മാത്രം എന്ത് ചെയ്യുന്നു? കാണുന്നു. അല്ലെ? ഇരിപ്പിടമായിട്ട് മാത്രം, അതിന് താമസിക്കാനുള്ള സ്ഥലം അതായത് ഇതിന്റെ ഹോസ്റ്റ് ആയിട്ട് മാത്രം അതിന് മരവാഴ ആതിഥേയ സസ്യത്തെ എന്താണ്? ആ മരത്തെ എന്താണ്? ഇരിപ്പിടമായി മാത്രം, അതിന് താമസിക്കാനുള്ള സ്ഥലമായിട്ട് മാത്രം കാണുന്നു. അവയുടെ കട്ടിയുള്ള വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ മൂടില്ലത്താളി വലിച്ചെടുക്കുന്നത് കാരണം ആതിഥേയ സസ്യം എന്ത് ചെയ്യും? ക്രമേണ നശിച്ചു പോകും. അപ്പോൾ മൂടില്ലത്താളി എന്താ ചെയ്യുന്നത്? ആ മരത്തിന്റെ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ്. എന്നാൽ മരവാഴ എന്ത് ചെയ്യുന്നില്ല? മരവാഴ ആ സസ്യത്തെ അതിന് താമസിക്കാനുള്ള സ്ഥലം മാത്രമായിട്ടാണ്
ഇത് ചെയ്യുന്നത്. അവയുടെ കട്ടിയുള്ള വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് ആഹാരം സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടി രണ്ടാമത് പറഞ്ഞതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇനി സി ക്വസ്റ്റ്യൻ. ഒരു ആഹാര ശൃംഖലയിലെ വിവിധ കണ്ണികൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതുക. കുറുക്കൻ, പുല്ല്, കോഴി, കഴുകൻ, പുഴു. ഇതിൽ ആദ്യം വന്നത് ആരാണ്? നമുക്കറിയാം ആദ്യം വന്നത് പുല്ലാണ്, രണ്ടാമത് പുഴു, മൂന്നാമത് കോഴി, നാലാമത് കോഴീനെ കഴിക്കുന്നത് കുറുക്കൻ, ലാസ്റ്റ് ആരാണ്? കഴുകൻ. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുന്നു. പ്രസ്താവന 1, ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. പ്രസ്താവന 2, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 2 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇതിൽ പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി. ഇനി ബി ക്വസ്റ്റ്യൻ. വസ്തുക്കളുടെ ലയനവേഗതയെ, അതായത് സോലുബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വസ്തുക്കളുടെ ലയനവേഗതയെ, സോലുബിലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് നമുക്ക് എന്താണ്? പൊടിച്ചു ചേർക്കുക അല്ലേ? പൊടിച്ച് ചേർക്കുക, പൊടിച്ചു ചേർക്കുക. പിന്നെന്താണ്? അതുപോലെ നന്നായി ഇളക്കി ചേർക്കുക, ഇളക്കി ചേർക്കുക, ഇളക്കി ചേർക്കുക. പിന്നെ ഏതാണ്? ചൂടാക്കുക. വേഗം സോല്യൂബിൾ ആവാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പൊടിച്ചു ചേർക്കാം, അല്ലെങ്കിൽ ഇളക്കി ചേർക്കാം, അല്ലെങ്കിൽ ചൂടാക്കാം അല്ലേ? നമുക്ക് തീരെ പൊടിയായ രീതിയിൽ ചേർക്കാം, ഇളക്കി ചേർക്കാം, അല്ലെങ്കിൽ ചൂടാക്കാം. ഇനി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതുക. പൊങ്ങിക്കിടക്കാനുള്ളത് ഒന്ന് എന്താണ്? ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം, ബ്രിഡ്ജ്, ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് നീന്തൽ, ബ്രിഡ്ജ്, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം, ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ്. പിന്നെന്താണ്? ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് നീന്തുക, സ്വിമ്മിങ് ചെയ്യുക. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് നീന്തൽ, പിന്നെ എങ്ങനെ നമുക്ക് പൊങ്ങിക്കിടക്കാൻ പറ്റും? ചങ്ങാടത്തിലൂടെ അല്ലേ? ചൂടെയുള്ള യാത്ര. ഇങ്ങനെയൊക്കെ നമുക്ക് പൊങ്ങിക്കിടക്കാൻ പറ്റും അല്ലേ? അപ്പൊ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം, ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജില്, പിന്നെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചുള്ള നീന്തലില്, പിന്നെ ചങ്ങാടത്തിലൂടെയുള്ള യാത്ര, തോണിയിലൊക്കെ അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത്, താഴെ തന്നിട്ടുള്ളവയിൽ സൂക്ഷ്മജീവികൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനില് ഏതാണ്? താഴെ തന്നിട്ടുള്ളവയിൽ സൂക്ഷ്മജീവികൾ അല്ലാത്തത് ഏതാണ് സൂക്ഷ്മജീവികൾ അല്ലാത്ത? വൈറസും ഫംഗസും ബാക്ടീരിയയും എന്താണ്? സ്മോൾ ഓർഗാനിസം ആണ് അല്ലേ? ഈച്ച മാത്രമാണ് സൂക്ഷ്മജീവി അല്ലാത്തത് എന്ന് പറയുന്നത്. ഇനി രോഗകാരികളായ സൂക്ഷ്മജീവികളെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. 2 രോഗാണുവാഹകരുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? ഒന്ന് എലി, റാറ്റ് അല്ലെ? റാറ്റ് ഫീവർ ഒക്കെ ഉണ്ടാക്കും, റാറ്റ്. പിന്നെ ആരാണ്? ഈച്ച. നമ്മ രോഗം പരത്തുന്ന ഒരു ജീവിയാണ് അല്ലെ? ഈച്ച. പിന്നെ ആരാണ്? മെയിൻ കൊതുക്, മോസ്കിറ്റോ, കൊതുക്. പിന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നിപ്പ വൈറസ് ഒക്കെ വരുന്നത്, വവ്വാല് അല്ലേ? ഇതൊക്കെ ഏതെങ്കിലും 1, 2 എഴുതാനാണ് പറയുന്നത്. എലി, ഈച്ച, കൊതുക്, വവ്വാലൊക്കെ എന്താണ്? നമ്മുടെ രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ്. ഇവരാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും 2 ജീവികളുടെ പേര് എഴുതാനാണ് പറയുന്നത്. കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇതായിട്ട് എഴുതാൻ പറ്റും. കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ എന്താണ്? ഒന്ന് വെള്ളം കെട്ടിക്കിടക്കുക അല്ലെ? വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ അല്ലെ? നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഉപയോഗിച്ച വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളിലും ചിരട്ടകളിലും ടയറുകളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തില്
അല്ലേ? ടയറുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, ചിരട്ടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, അതുപോലെ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ വെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യും? കൊതുക് പെരുകുന്ന സാഹചര്യങ്ങളാണ്. ഇനി 5A-യും B-യും ഉണ്ട്. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ വൈദ്യുത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് എന്താണ്? ചെലവ് കുറവ്. പിന്നെ എന്താണ്? മലിനീകരണം, പൊല്യൂഷൻ കുറവ്, അല്ലെ? മലിനീകരണം, പൊല്യൂഷൻ കുറവ്. പിന്നെ എന്താണ്? നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിൻ്റനൻസ് ചെലവ് കുറവായിരിക്കും. പരിപാലന ചെലവ് കുറവ്, മെയിൻ്റനൻസിനുള്ള ചെലവ് കുറവാണ്. പിന്നെ ശബ്ദം കുറവായിരിക്കും. പെട്രോൾ വണ്ടി പോലെയാണോ? ശബ്ദം കുറവായിരിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശബ്ദം കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ഗുണം. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇനി B ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വായിക്കുക. പ്രസ്താവന: സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. കാരണം ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളല്ല, റിന്യൂവബിൾ സ്രോതസ്സുകളല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതില് പ്രസ്താവന 1 എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അതിന്റെ കാരണം തെറ്റാണ്. അപ്പൊ പ്രസ്താവന എന്താണ്? ശരിയാണ്, കാരണം തെറ്റാണ്. ഒന്നാമത്തതാണ് ഉത്തരം. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. പ്രസ്താവന ശരിയാണ്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ശരിയാണ്. പക്ഷെ ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളല്ല എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം തെറ്റാണ്. അപ്പൊ അതാണ് B ആയിട്ട് വരുന്നത്. ഇനി C ക്വസ്റ്റ്യൻ, ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഈ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാം. വേസ്റ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും, അല്ലേ? വേസ്റ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. മാലിന്യ നിർമ്മാർജ്ജനം. പിന്നെ എന്താണ്? ഊർജ്ജോൽപാദനം, എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ, അല്ലേ? ഊർജ്ജോൽപാദനം. അതുപോലെ വളം ലഭ്യമാകും, വളം ലഭ്യത, അല്ലേ? വളം ലഭ്യത. പിന്നെ എന്താണ്? മലിനീകരണം കുറയ്ക്കാം, പൊല്യൂഷൻ കുറയ്ക്കാം, മലിനീകരണം കുറയ്ക്കാം. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. മാലിന്യ നിർമ്മാർജ്ജനം, വേസ്റ്റ് മാനേജ്മെന്റ്. പിന്നെ എന്താണ്? ഊർജ്ജോൽപാദനം, എനർജി ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? പിന്നെ വളം ലഭിക്കും, പിന്നെ മലിനീകരണം കുറയ്ക്കാം. ഇതൊക്കെയാണ് അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അല്ലെങ്കിൽ അഞ്ചാമത്തെ B ക്വസ്റ്റ്യൻ ആണ്. പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ കാര്യങ്ങൾ എഴുതാനാണ്. കാലുകളുടെ പ്രത്യേകത, കൊക്കിന്റെ പ്രത്യേകത, ഇത്രയും തന്നിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. എന്തൊക്കെ എഴുതാം? ഒന്നെങ്കിൽ നമുക്ക് എഴുതാം എന്താണ്? ആഹാരം, പിന്നെ എന്താണ്? പക്ഷിയുടെ നിറം, അല്ലെങ്കിൽ വലുപ്പം, അല്ലെങ്കിൽ തൂവൽ, അല്ലേ? അതിന്റെ വലിപ്പം, അല്ലെങ്കിൽ അതിന്റെ കളറ്, അല്ലെങ്കിൽ തൂവൽ, ഫെതേഴ്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് തൂവൽ, പിന്നെ അതിന്റെ ആഹാരം രീതി. ഓക്കെ. ഇനി B ക്വസ്റ്റ്യൻ, ഇതിലേതെങ്കിലും എഴുതിയ ഉത്തരം ശരിയായിരിക്കും. ഇനി B ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. B ക്വസ്റ്റ്യനില് ജീവികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? രൂപാന്തരം പ്രാണികളുടെ ജീവിത ചക്രത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. മനുഷ്യൻ സസ്തനി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. ആമ ഒരു ഉഭയജീവിയാണ്. ഇതിലേതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? 2ഉം 3ഉമാണ് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്. 2ഉം 3. മനുഷ്യൻ സസ്തനി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. പ്രസ്താവന 2, 3 ശരിയാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ ശരിയായ രീതിയിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മുകളിൽ കൊടുത്തേക്കുന്നത് പ്രസവിക്കുന്നവ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മറ്റിടത്ത് എന്തായിരിക്കും? മുട്ടയിടുന്നവ, അല്ലേ? മുട്ടയിടുന്നവയും പ്രസവിക്കുന്നവ. ഇനി മുട്ടയിടുന്നവ ആരാ? മരം കൊത്തി. നമുക്കിതിനകത്തുനിന്ന് എഴുതാം. മരം കൊത്തി, കാക്കാന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് ഏതായിരിക്കും? പ്രാവും മുട്ടയിടുന്നതാണ്. ഇനി പൂച്ച തന്നിട്ടുണ്ട് പ്രസവിക്കുന്നതില്.
പൂച്ച തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഏതാണ്? ഡോൾഫിൻ. ഡോൾഫിൻ. അടുത്ത് പശു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ആറാമത്തെ ഈ ചോദ്യത്തിന് 6A 6B എന്ന് 2 ഭാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6Aയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വായിക്കുക. ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. പ്രസ്താവന: തലയുടെ മുൻവശത്ത് കണ്ണുള്ള ജീവികൾക്ക് വസ്തുവിന്റെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കാരണം അവർക്ക് 2 വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാകുന്നു. ഇതില് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇതിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏതാണ്? പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. ഇതിൽ പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. ഒന്നാമത്തെ തന്നെയാണ് ഉത്തരം. പ്രസ്താവന ശരിയും, അതായത് തലയുടെ മുൻവശത്ത് കണ്ണുള്ള ജീവികൾക്ക് വസ്തുവിന്റെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. അവർക്ക് 2 വശങ്ങളിലെ കാഴ്ച സാധ്യമാകുന്നു. അതിൽ 2 തെറ്റാണ്. പക്ഷെ പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തേതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ: കാഴ്ചയ്ക്ക് വെല്ലുവിളിയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേരുകൾ. അപ്പൊ കാഴ്ചയില്ലാത്തവർക്ക് ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? വൈറ്റ് കെയിൻ, ബ്രെയിൻലി ലിബി, പിന്നെ ഏതാണ്? ടാക്ടൈൽ വാച്ച്, എംബോട്സ് മാപ്പ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വൈറ്റ് കെയിൻ, ബ്രെയിൻലി ലിബി, ടാക്ടൈൽ വാച്ച്, എംബോഡോസ് മാപ്പ്. ഇതിലേതെങ്കിലും 2 എഴുതുക. ഇനി സി ക്വസ്റ്റ്യൻ: കണ്ണിന്റെ ആരോഗ്യത്തിനായി നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്ന സെമിനാറിൽ അവതരിപ്പിക്കാനായി 4 ആരോഗ്യശീലങ്ങൾ നിങ്ങൾക്ക് എഴുതാം. എന്താണ്? ഇലക്കറികളും പച്ചക്കറികളും അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണുകൾ തിരുമാതിരിക്കുക. അപ്പൊ ഇലക്കറികളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം ധാരാളം കഴിക്കുക, ചെറിയ വെളിച്ചത്തിൽ, മങ്ങിയ വെളിച്ചത്തിൽ TV ഫോണൊന്നും കാണാതിരിക്കുക, പിന്നെ എന്താണ്? ആവശ്യത്തിന് വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണുകൾ തിരുമാതിരിക്കുക. ഇതൊക്കെയാണ് കണ്ണിന്റെ ആരോഗ്യത്തിനായി നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ബി ക്വസ്റ്റ്യൻ തന്നേക്കണം: താഴെ പറയുന്ന ജീവികളുടെ അവയവവും പ്രത്യേക കഴിവും അടങ്ങിയ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കുക. ജീവി, അവയവം, പ്രത്യേക കഴിവ്. മുതല ത്വക്കാണ്. അതിന്റെ പ്രത്യേക കഴിവ് എന്ന് പറയുന്നത് എന്തിനാണ്? സ്പർശനമാണ് A എന്ന് പറയുന്നത്. രണ്ടാമത്തെ നായയ്ക്ക് എന്താണ്? ചെവിയാണ്, കേൾവി. കരടി മൂക്കാണ്. മൂക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഗന്ധം അല്ലെങ്കിൽ മണം, ഗന്ധം അല്ലെങ്കിൽ മണം. അടുത്തത് പരുന്ത്, D ആണ് തന്നിരിക്കുന്നത്. ദൂരക്കാഴ്ചയാണ്. അപ്പൊ കണ്ണ്. അപ്പൊ ത്വക്ക്, ചെവി, മൂക്ക്, കണ്ണ്. അപ്പൊ ത്വക്കിന്റെ സ്പർശനമാണ്, ചെവിയുടെ കേൾവിയാണ്, മൂക്ക് മണം, ഗന്ധമാണ്, D കണ്ണ്, കാഴ്ചയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ: കടുവ, സിംഹം തുടങ്ങിയ ജീവികൾക്ക് തലയുടെ മുൻവശത്താണ് കണ്ണുകൾ കാണപ്പെടുന്നത്. ഇത് ഏത് രീതിയിലാണ് അവയ്ക്ക് സഹായകമാകുന്നത്? ഏത് രീതിയിലാണ്? ഒന്ന്, അവയ്ക്ക് എന്താണ്? അവയ്ക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ കഴിയും. കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പോൾ ഇര പിടിക്കാൻ എന്ത് ചെയ്യുന്നു? ഇര പിടിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇര പിടിക്കാൻ അതൊരു സഹായമാകും. ദൂരെ നിന്ന് പോലും അതിന്റെ സ്ഥാനം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇര പിടിക്കാൻ സഹായിക്കുന്നു. അങ്ങനെയാണ് അവയെ സഹായകരമാകുന്നത്. താഴെ പറയുന്നതിൽ കണ്ണിനെ ബാധിക്കാത്ത രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണിനെ ബാധിക്കാത്ത രോഗമാണ് എക്സിമ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.